ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഒരു അധ്യായമാണ്, ശിലകൾ. അപ്പോൾ എന്താണ് ശിലകൾ? കൃത്യമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമാണ് ശില. കൃത്യമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതവുമാണ് ശിലകൾ. ശിലാരൂപീകരണത്തെക്കുറിച്ചുള്ള പഠനത്തെ പെട്രോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ശിലാരൂപീകരണത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്തെന്ന് അറിയപ്പെടുന്നു? പെട്രോളജി എന്ന് അറിയപ്പെടുന്നു. എന്നാൽ ശിലകളുടെ ഭൗതിക സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനത്തെയാണ് ലിത്തോളജി എന്ന് പറയുന്നത്. അപ്പം പെട്രോളജിയും ലിത്തോളജിയും ശിലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ടത് പെട്രോളജി, ശിലകളുടെ ഭൗതിക സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനം ലിത്തോളജി. ഇനി രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിവയാണ് അവ. ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ്, അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ്, കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ്, ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ആഗ്നേയ ശിലകളെ കുറിച്ച് ആണ്. എന്താണ് ആഗ്നേയ ശില? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും മറ്റും പുറന്തള്ളപ്പെടുന്ന ശിലാദ്രവമായ മാഗ്മ ഭൗമോപരിതലത്തിനുള്ളിൽ വെച്ചോ പുറത്തു വന്നതിന് ശേഷമോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. എന്താണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും മറ്റും പുറന്തള്ളപ്പെടുന്ന ഭൗമാന്തർഭാഗത്ത് നിന്ന് പുറന്തള്ളപ്പെടുന്ന ശിലാദ്രവമായ മാഗ്മ ഭൗമോപരിതലത്തിനുള്ളിൽ വെച്ചോ പുറത്തു വന്നതിന് ശേഷമോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഈ ശിലകളെ പ്രാഥമിക ശിലകളെന്നും അടിസ്ഥാന ശിലകളെന്നും മാതൃശിലകളെന്നും പിതൃശില എന്നും അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. മാതൃശില ഏതാണെന്ന് ചോദിക്കും, ആഗ്നേയശില. പിതൃശില ഏതെന്ന് ചോദിക്കാം, ആഗ്നേയശില. അടിസ്ഥാന ശില ഏതെന്ന് ചോദിക്കാം, ആഗ്നേയശില. അങ്ങനെ പല പേരുകളിലാണ് ആഗ്നേയശിലകൾ അറിയപ്പെടുന്നത്. ഇതിന് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്, ടഫ്, പെഗ്മോറൈറ്റ്, അതുപോലെ ഗാബ്രോ തുടങ്ങിയവ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയ ശിലകൾ. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയ ശിലകൾ. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയ ശില. അപ്പോൾ ആഗ്നേയ ശിലയിൽ എന്തില്ല? ഫോസിലുകളില്ല. പ്രാഥമിക ശില ആയതുകൊണ്ടാണ് അതിൽ ഫോസിലുകളില്ലാത്ത. മാഗ്മ തണുത്തുറഞ്ഞുണ്ടായ ശില ആയതുകൊണ്ടാണ് അതിൽ ഫോസിലുകൾ കാണപ്പെടാത്തത്. ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കാണപ്പെടുന്ന ശിലകളും ആഗ്നേയ ശിലകൾ ആണ്. ഈ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ആഗ്നേയ ശിലകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി ആഗ്നേയ ശിലകളെ രണ്ടായി തരംതിരിക്കുന്നു. ബാഹ്യജാത ശിലകളും അന്തർവേദ ശിലകളും. ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും ആഗ്നേയ ശിലകളെ രണ്ടായി തരംതിരിക്കുന്നു. എന്താണ് ബാഹ്യജാത ശില? ഭൗമോപരിതലത്തിന് മുകളിൽ വെച്ച് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ. ഭൗമോപരിതലത്തിന് മുകളിൽ വെച്ച് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ. ഇതിന് ഉത്തമ ഉദാഹരണം ബസാൾട്ട് ആണ്. ബാഹ്യജാത ശിലയ്ക്ക് ഉത്തമ ഉദാഹരണം ബസാൾട്ട് ആണ്. അപ്പം ഈ ബസാൾട്ടിൻ്റെ പ്രത്യേകത, ബസാൾട്ട് പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിനമാണ് റിഗർ മണ്ണ് എന്ന് അറിയപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് റിഗർ മണ്ണ്. അതുകൊണ്ട് ഇതിനെ കറുപ്പ് നിറമുള്ളത് കൊണ്ടും ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്ന് അറിയപ്പെടുന്നു. അപ്പം ലാവ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണായതുകൊണ്ട് കറുപ്പ് നിറമാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യവുമാണ്. അതുകൊണ്ട് അതിനെ കറുത്ത പരുത്തി മണ്ണ്, അല്ലെങ്കിൽ അതിൻ്റെ പേര് റിഗർ മണ്ണ് എന്ന് അറിയപ്പെടുന്നു. ഇത്രയാണ് ബാഹ്യജാത ശിലയെക്കുറിച്ച് പറയാനുള്ളത്.
ഇത് ഡെക്കാൻ ട്രാപ്പ് മേഖലയിലാണ് കാണപ്പെടുന്നത്. ഡെക്കാൻ ട്രാപ്പ് മേഖലയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലും ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഈ റഗർ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നു. ഇനി അടുത്തത് അന്തർവേദ ശിലകൾ എന്താണ് എന്ന് പഠിക്കും. ഭൗമോപരിതലത്തിന് ഉള്ളിൽ വെച്ച് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ. അന്തർവേദ ശിലകൾ എന്താണ്? ഉപരിതലത്തിന് ഉള്ളിൽ വെച്ച് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ, അല്ലെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ. ഇത് ഭൂമിക്കുള്ളിൽ വെച്ച് രൂപം കൊള്ളുന്ന ശിലയായതുകൊണ്ട് ഇതിനെ പാതാള ശിലകൾ അല്ലെങ്കിൽ പ്ലൂട്ടോണിക് ശിലകൾ എന്ന് പറയുന്നു. പാതാള ശിലകൾ അല്ലെങ്കിൽ പ്ലൂട്ടോണിക് ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? അന്തർവേദ ശിലകൾ ആണ്. ഇതിന് ഉദാഹരണം ഗ്രാനൈറ്റ്, ഗാബ്രോ, അതുപോലെ ബാത്തോലിത്സ്, ലാക്കോലിത്സ്, പാത്തോലിത്സ് ഇതൊക്കെ അന്തർവേദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ആണ്. ഇത്രയാണ് ശിലകളെക്കുറിച്ച്, ആഗ്നേയ ശിലകളെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവസാദ ശിലകളെക്കുറിച്ചും കായാന്തരിത ശിലകളെക്കുറിച്ചും പഠിക്കാം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.